ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി-ടെറ്റ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 മാത്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Find the simple interest on rupees 7,800 for 9 months at 8% per annum. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 7th 8th സ്റ്റാൻഡേർഡുകളിൽ വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പേപ്പർ 2-നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 7,800 ആണ്. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 months ആണ്. അറ്റ് 8% പെർ ആനം, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. I = PNR/100 എന്നും എടുക്കാം, അതല്ലെങ്കിൽ PRT/100 എന്നും എടുക്കാം. പല ടെക്സ്റ്റ് ബുക്കുകളിലും പല റെഫറൻസ് ബുക്കുകളിലും പല രീതിയിലായിരിക്കും, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. PRT/100 എന്നെടുത്തു. P എന്ന് പറയുന്നത് 7,800 ആണ്. ദെൻ R എന്ന് പറയുന്നത് 8% ആണ്. സോ 8/100 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 9 months ആണ്. അപ്പോൾ 9 months ഔട്ട് ഓഫ് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ്? 12 മാസമാണ് അല്ലേ? 12 months ആണ്. അപ്പോൾ 9/12 ഇങ്ങനെ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കട്ട് ഷോർട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 2 zeros കട്ട് ചെയ്തു. 8ഉം 12ഉം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ 2 4s are 8 and 3 4s are 12. 3ഉം 9ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 3 വന്നു. അപ്പോൾ 78 ഇൻറ്റു ഇവിടെ 3 × 2 6 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 8 6 are 48, 4 ബാലൻസ് വരും. 7 6 are 42, 42 + 4 46. സോ ₹468 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സി-ടെറ്റിന് പഠിക്കുമ്പോൾ എപ്പോഴും NCERT ബുക്കിനെ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. സിലബസിലുള്ള ടോപ്പിക്ക് സപ്പോസ് ഇപ്പോൾ ജോമെട്രി എന്നൊരു ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോമെട്രി NCERTയിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. 6th ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയതാണ്. അപ്പം അത് കംപ്ലീറ്റ്ലി ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ പ്രോബ്ലംസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് നോക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 numbers are in the ratio 1:2. When 4 is added to each, the ratio becomes 2:3. Find the numbers. ഇത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. 4 അതിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് റേഷ്യോ ചേഞ്ച് ആയിട്ട് 2:3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. സോ നമ്പേഴ്സ് എന്തായിരിക്കും? എക്സും 2xും. എങ്ങനെയാണ് ഈ എക്സും 2xും കിട്ടുന്നത്? ഒരു 2 നമ്പേഴ്സിന്റെ റേഷ്യോ 1:2 എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സ് 1 ഉം 2 ആണെന്നല്ല അർത്ഥം. അതിന്റെ ഏതോ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്നാണ് മീനിങ്. സോ നമ്മൾ ആ ഫിക്സഡ് നമ്പർ എക്സ് ആയിട്ട് എടുത്തു. 1 × x x കിട്ടി, 2 × x 2x കിട്ടി. ഇനി ഇതിന്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്തു. അപ്പോൾ x becomes x + 4, 2x becomes 2x + 4. അപ്പോൾ റേഷ്യോ എന്തായിട്ട് മാറി? 2:3 ആയിട്ട് മാറി. അതായത് x + 4 = 2x + 4 = 2:3. നമുക്കറിയാം A:B എന്നുള്ള ഒരു റേഷ്യോനെ നമുക്ക് A/B എന്ന ഫോമിലോട്ട് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. സോ ആ ഒരു ഫോമിലോട്ട് നമ്മൾ മാറ്റുകയാണ്. x + 4 / 2x + 4 = 2/3. ഇനി നമുക്ക് ഇവിടുന്ന് x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 3 × x + 4, 3 × x 3x + 3 × 4 12 = 2 × 2x 4x + 4 × 2 8. ഇനി എക്സുകളെല്ലാം ഒരു സൈഡിലേക്കും കോൺസ്റ്റൻസിനെ വേറൊരു സൈഡിലോട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പം 4x - 3x =
12 മൈനസ് 8. അപ്പോൾ 4x നിന്ന് 3x മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് x ആണ് കിട്ടുക. 4x മൈനസ് 2x ഈക്വൽ ടു 12 മൈനസ് 8 ആണ്. അപ്പോൾ 12ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ നമുക്ക് 4 ആണ് കിട്ടുക. എക്സിന്റെ വാല്യൂ 4 ആണെന്ന് കിട്ടി. സോ 1 നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. മറ്റേ നമ്പർ 2x ആണ്. സോ 2 × 4 8. അപ്പോൾ 4ഉം 8ഉം ആണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസും 6th-ലും 7th-ലും 8th-ലും വരുന്നുണ്ട് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീഡിയൻ? ഇത് ഡാറ്റ ഹാൻഡ്ലിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് പഠിക്കുന്നുണ്ട് അല്ലെ. ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുന്നു, അതുപോലെ തന്നെ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് മീഡിയൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇക്വേഷൻസ് ഒക്കെ ഡയറക്റ്റ് ആയി ചോദിക്കും. അതല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ ഹാഫ് ആൻഡ് ലോവർ ഹാഫ് ഓഫ് ദ ഡാറ്റ സെറ്റ്. അതായത് ഡാറ്റ സെറ്റിന്റെ ഹയർ ഹാഫും ലോവർ ഹാഫും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മീഡിയൻ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ മീൻ ഓഫ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ ഇൻ ദ ഡാറ്റ സാമ്പിൾ. ഡാറ്റ സാമ്പിളിലെ ഹയസ്റ്റ് നമ്പറിന്റെയും ലോവസ്റ്റ് നമ്പറിന്റെയും ആവറേജ് അല്ലെങ്കിൽ മീൻ ആണ് മീഡിയൻ എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വാല്യൂ സെപ്പറേറ്റിംഗ് ഹയർ ഹാഫ് ഫ്രം ലോവർ ഹാഫ് ഓഫ് ദ ഡാറ്റ സാമ്പിൾ. ഹയർ ഹാഫിനെയും ലോവർ ഹാഫിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ. ഹയസ്റ്റ് നമ്പറിന്റെയും ലോവസ്റ്റ് നമ്പറിന്റെയും ഡിഫറൻസ് ആണ് മീഡിയൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ആക്ച്വലി മീഡിയൻ എന്ന് പറയുന്നത് എന്താ? മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ കിട്ടുക? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിനുശേഷം അതിന്റെ ഏറ്റവും മിഡിലിൽ വരുന്ന നമ്പർ ആണ് മീഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. അത് ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിലുള്ളതായിരിക്കും. സപ്പോസ് ഇറ്റ് ഇസ് ആൻ ഈവൺ നമ്പർ ആണെങ്കിൽ മിഡിലിൽ 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ തെറ്റാണ്, ഓപ്ഷൻ അല്ല നമ്മുടെ ആൻസർ. വാല്യൂ സെപ്പറേറ്റിംഗ് ദ ഹയർ ഹാഫ് ആൻഡ് ലോവർ ഹാഫ് ഓഫ് ദ ഡാറ്റ സാമ്പിൾ. അതായത് മിഡിലിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും, അതിന്റെ മുൻപും ശേഷവുമായിട്ട് കുറച്ച് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അതായത് ഹയർ ഹാഫും ഉണ്ടാവും ലോവർ ഹാഫും ഉണ്ടാവും. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. എപ്പോഴും നമുക്ക് ഇക്വേഷൻസ് ഒന്നും ആയിരിക്കില്ല ചോദിക്കുക, അതുപോലെ തന്നെ പ്രോബ്ലംസും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള തിയറി പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് ഏതാണോ അത് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് നമ്മൾ പഠിക്കുന്നത്, എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. ഹൈറ്റ് ഓഫ് 7 students in centimeter is given below. If the mean height of a 7 students is 165, what is the value of x? ഇവിടെ 7 സ്റ്റുഡൻസിന്റെ ഡാറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവരുടെ മീൻ എന്ന് പറയുന്നത് 165 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? ഈ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്? ഇതും ഡാറ്റ ഹാൻഡ്ലിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ സം ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 168, 170, 160, 162, 164, again 162. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. എക്സ് അവിടെ നിൽക്കട്ടെ. 8 + 2 10 ആണ്. 10 + 4 14 ആണ്. 14 + 2 16 ആണ്. ദെൻ 1 ബാലൻസ് വരും. 6 + 1 7 ആണ്. 7 + 7 14 ആണ്. 14 + 6 20 ആണ്. 20 + 6 26. Then 32 + 6 38. Then 3 ബാലൻസ് വരും. 3 + 1 4 5 6 7 8 9. 986 എന്ന് വന്നു. 986 പ്ലസ് അവിടെ ഒരു എക്സും കൂടി ഉണ്ട്. ഡിവൈഡഡ് ബൈ 7 is equal to 165. ഇതിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നുള്ളതാണ്. സോ എക്സ് ഈക്വൽ ടു എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 165ഉം 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ ആൻസറിൽ നിന്ന് 986 മൈനസ് ചെയ്യാണ് വേണ്ടത്. 165 × 7 ആണ്. 7 5s are 35. 3 ബാലൻസ് വരും. 7 6 are 42. 42 + 3 45 ആണ്. 4 ബാലൻസ് വരും. അപ്പോൾ 115 എന്ന് വരും. അപ്പോൾ 115 - 115
55 മൈനസ്, അതായത് 1155 മൈനസ് 986 ആണ്. അത് രണ്ടും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുന്നു. 9 5 വന്നു, 1 ബാലൻസ്, 8 പ്ലസ് 1 9 ആണ്, 9 പ്ലസ് 6 15 ആണ്, 1 ബാലൻസ്, 9 പ്ലസ് 1 10, 169 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ വാല്യൂ ഓഫ് എക്സ് ഇസ് 169 ആണ്, ഓപ്ഷൻ ഡി. എപ്പോഴും ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സീറ്ററ്റിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിൻ്റെ നമുക്കറിയാം 2 കാറ്റഗറിയിലായിട്ടാണ് സീറ്ററ്റിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. സീറ്ററ്റ് പേപ്പർ 1 ആൻഡ് സീറ്ററ്റ് പേപ്പർ 2. സീറ്ററ്റ് പേപ്പർ 1 എന്ന് പറയുമ്പോൾ 1 സ്റ്റാൻഡേർഡ് മുതൽ 5th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകളിലുള്ള അധ്യാപകർക്കുള്ള യോഗ്യതാ നിർണയ പരീക്ഷയാണ്. അതേപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുമ്പോൾ അത് 6th to 8th വരെയുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള യോഗ്യതാ നിർണയ പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ 2 കാറ്റഗറിയിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് ഒരു ജൂലൈ മാസങ്ങളിൽ, ജൂൺ അവസാനം ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഏപ്രിൽ മെയ്യിൽ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എക്സാം, ടീച്ചിങ് എക്സാമുകൾ നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഏതാ പേപ്പറാണ് ക്വാളിഫൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സീറ്ററ്റിൻ്റെ സീറ്ററ്റ് പേപ്പർ 1നും സീറ്ററ്റ് പേപ്പർ 2നും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 2ന് രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ മാത്സ് ആൻഡ് സയൻസ്, അതല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. അപ്പോൾ 2ൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ PDF നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഒപ്പം നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, അതായത് PYQ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെയാണ് ഈ ലൈവ് സെഷൻസിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒപ്പം ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകളൊക്കെ ഉണ്ടായിരിക്കും. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെൻറ്റർ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മെൻറ്ററിനോട് ചോദിക്കാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ദ വാല്യൂ ഓഫ് 52 into 3 divided by 4 plus root of 441 divided by 7 into 3 plus 5 minus 32 divided by 8 into 12 is. ഇത് പേപ്പർ 1നും പേപ്പർ 2നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 2 ഭാഗത്തും വരുന്നതാണ്. സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂളാണ്. അപ്പം 52 into 3 divided by 4, നമ്മൾ അതിനെ 3 divided by 4 എന്ന് കൊടുക്കുന്നു. പ്ലസ് റൂട്ട് 441 എന്ന് പറയുന്നത് 21 ആണ് നമുക്കറിയാം. ഡിവൈഡഡ് ബൈ 7 into 3 plus 5 minus 32 divided by 8 into 12. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പം ഇവിടെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് 4ഉം 52ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. 1 4s are 4, 1 4s are 4, 1 ബാലൻസ് വരും. 12ൽ 3 4s are 12. ദെൻ ഇവിടെ 13 into 3 വന്നു. ദെൻ 21 divided by 7 എന്ന് പറയുന്നത് 3 ആണ്. 3 into 3 പ്ലസ് 5 മൈനസ് 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 ആണ് കിട്ടുക, ഇൻറ്റു 12 ആണ്. അപ്പോൾ 13 into 3 എന്ന് പറയുമ്പോൾ 39 വരും. പ്ലസ്, അതായത് ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. പിന്നെ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 3 into 3 9 ആണ്. പ്ലസ് 5 മൈനസ് 4 into 12 48. നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. 39ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 39ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 വരും. 48 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 53 വരും. 53 മൈനസ് 48. അപ്പോൾ 5 ആണ് ആൻസർ. സോ ഓപ്ഷൻ 2 അല്ലെങ്കിൽ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇത് PYQ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു റൂള് നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതേ ഓർഡറിൽ നമ്മൾ ചെയ്യും വേണം. ഓർഡർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ റോങ് ആയി പോകും. നെക്സ്റ്റ് നോക്കാം.
according to National Curriculum Framework 2005, which one of the following process is least important in mathematics? ഇത് പെഡഗോഗി ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പേപ്പർ 1നും മാത്സ് വരുന്നുണ്ട്, പേപ്പർ 2 മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ എടുക്കുന്നവർക്ക് അവിടെയും മാത്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാത്സിൽ 30 മാർക്കിനാണ് ചോദിക്കുക. ആ 30 മാർക്കിൽ 15 മാർക്ക് നമ്മുടെ സബ്ജക്റ്റിനും പ്ലസ് 15 മാർക്ക് നമ്മുടെ പെഡഗോഗിയാണ്, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോഗി. അപ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 പ്രകാരം മാത്സിലെ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് എന്തിനാണ്? സോൾവിംഗ് ഡേ ടു ഡേ പ്രോബ്ലംസ്, അണ്ടർസ്റ്റാൻഡിംഗ് വെൻ ആൻഡ് ഹൗ മാത്തമാറ്റിക്കൽ ടെക്നിക് ഈസ് ടു ബി യൂസ്ഡ്, ഫൈൻഡ് ഷോർട്ട് കട്ട് ഇൻ മാത്തമാറ്റിക്സ്, ജനറലൈസിങ് മാത്തമാറ്റിക്കൽ ഫോർമുല. ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പെഡഗോഗിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി പോലെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇതാണ് ആൻസർ, പക്ഷേ ആ ക്വസ്റ്റ്യൻ വായിച്ച് പ്രോപ്പറായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ആൻസർ ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് 4th ഓപ്ഷൻ മുതൽ മുകളിലോട്ട് നോക്കാം. ജനറലൈസിങ് മാത്തമാറ്റിക്കൽ ഫോർമുല, അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ജനറലൈസേഷൻ ഒക്കെ നമുക്ക് അറിയണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്? ഫൈൻഡിങ് ഷോർട്ട് കട്ട്സ് ഇൻ മാത്തമാറ്റിക്സ്. ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, അതും മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വെൻ ആൻഡ് ഹൗ മാത്തമാറ്റിക്കൽ ടെക്നിക് ഈസ് ടു ബി യൂസ്ഡ്. എന്തൊക്കെ ടെക്നിക്കാണ്, എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാ? സോൾവിങ് ഡേ ടു ഡേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് CTET പേപ്പർ 1 ആൻഡ് പേപ്പർ 2വിൻ്റെ മാത്സിൻ്റെ ഭാഗത്ത് PYQ ക്വസ്റ്റ്യൻസ് ആണ്. പെഡഗോഗി ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രപ്പോർഷൻ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത CTET എക്സാം എഴുതാൻ ആലോചിക്കുന്നവർ അല്ലെങ്കിൽ അതിന് പ്ലാൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നമുക്ക് എക്സാമിന് ഇനി കുറച്ച് സമയം നമുക്ക് എന്തായാലും കിട്ടും. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് എക്സാം വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്